ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമവ്യവസ്ഥ പ്രകാരം ഞാൻ പറഞ്ഞ പോലെ അവിടെ കത്വയിൽ നടന്ന ആ വിഷയത്തിൽ പോലും പ്രതികൾ കൃത്യമായി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് ഒരു കയോസ് സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവൻ കൺഫ്യൂസ് ചെയ്യിച്ച് അവരുടെ ഇൻഫർമേഷൻ ഇല്ലായ്മയെ ചൂഷണം ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ബലാത്സംഗമൊന്നും നടക്കുന്നില്ലേ ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിൽ? ഇന്ന് വന്നൊരു റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാനിലെ അതിർത്തിയിൽ അവിടെയുള്ള ക്രിസ്ത്യൻ യുവതികളെ 12 മുതൽ 18 വയസ്സിനിടയിൽ പ്രായമുള്ള യുവതികളെ കൊണ്ടുപോയി വിൽക്കുകയാണ് $700. ആരാണ് വിൽക്കുന്നത്? ആരാണ് വാങ്ങുന്നത്? ചൈനക്കാരാണ്. കുടുംബമടക്കം വാങ്ങിച്ചു കൊണ്ടുപോവുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ എന്താണ് നടക്കുന്നത്? ഐസിസ് എന്ന് പറയുന്ന ഇവരുടെ ഭാഷയിൽ സന്നദ്ധ സംഘടന, നമ്മുടെ ഭാഷയിൽ തീവ്രവാദ സംഘടന, അങ്ങനൊരു സംഘടനയുണ്ട്. അവിടെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന അട്രോസിറ്റീസ് എന്താണ്? അവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഇവിടെ കേരളത്തിൽ ഇവന്മാരുണ്ട്. ഇവന്മാർക്കൊരു ചാനലുണ്ട്. അവർക്ക് വേണ്ടി വാദിച്ചോളും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.